എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ പോക്കോ M2 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. കോൾകോമിൻ്റെ സ്പെക്ട്ര 350L എന്ന് പറയുന്ന ISP എത്രമാത്രം വണ്ടേഴ്സ് ചെയ്യുന്നുണ്ടെന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറയാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായ ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് ATU. ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒത്തിരി എഫോർട്ട് എടുക്കാറുണ്ട്. ആ എഫോർട്ടുകൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും ജസ്റ്റ് ആ ലൈക്ക് ബട്ടണും സബ്സ്ക്രൈബ് ബട്ടണും അമർത്തിക്കൊണ്ട്. ഈ വീഡിയോ ഞങ്ങൾ 2 പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒന്ന്, അടിമാലിക്കാരനായ ജോയൽ, എൻ്റെ സുഹൃത്തിന് വേണ്ടിയാണ്. രണ്ടാമത്, അമൽ ജോണി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒത്തിരി നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില ഇമ്പോർട്ടൻറ്റ് സ്പെക്കുകൾ പറയാം. ഈ ഡിവൈസിന് 48 മെഗാ പിക്സൽ സാംസങ് സെൻസറാണ് പിൻവശത്ത് ലഭിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രൈമറി സെൻസർ. ഒരു 8 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയും നൽകുന്നുണ്ട്. 5 മെഗാ പിക്സൽ മാക്രോ ക്യാമറയും അതുപോലെ തന്നെ ഒരു 2 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറും ഇതിൻ്റെ പിൻവശത്ത് നൽകിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ അറയിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഒരു 16 മെഗാ പിക്സൽ f2.5 അപ്പേച്ചറിലുള്ള സെൽഫി ക്യാമറയും ഈ ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. ഇനി ക്യാമറ ആപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പ് ഇതിന് ലഭിക്കുന്നുണ്ട്. വീഡിയോ പ്രോ മോഡ് സഹിതമുള്ള കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമറ ആപ്പാണ് ഇതിന് ലഭിക്കുന്നത്. അതുപോലെ തന്നെ പ്രോ മോഡ് ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നിനും നമ്മൾ മിസ് ഔട്ട് ആവുന്നില്ല. അപ്പോൾ ഈ ക്യാമറ റിവ്യൂ എല്ലാവർക്കും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ച് സെഗ്മെൻറ്റുകളായിട്ട് ഇത് തിരിച്ചിട്ടുണ്ട്. 6 മേഖലകളിലായിട്ട് നമ്മൾ ഈ ക്യാമറ റിവ്യൂ ഡിസ്കസ് ചെയ്യും. ഒന്നാമതായിട്ട് ജനറൽ ഫോട്ടോഗ്രാഫി, സെൽഫീസ്, പോർട്രേറ്റ്സ്, മാക്രോസ്, വൈഡ് ആംഗിൾ, അങ്ങനെ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. അതിനുശേഷം വീഡിയോ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം വീഡിയോയെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ്. നമുക്കിനി ആദ്യത്തെ സെഗ്മെൻറ്റിലോട്ട് പോകാം. ജനറൽ ഫോട്ടോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പെക്ട്ര 350L എന്ന് പറയുന്ന ISP ഒരു വണ്ടർ തന്നെ നമുക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. കാരണം പൊതുവേ സാംസങ്ങിൻ്റെ സെൻസർ എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും പറയും, കളേഴ്സ് ഒന്നും കാണത്തില്ല, അതിന് വേറെ എന്തെങ്കിലും മോഡ് ഉപയോഗിക്കേണ്ടി വരും. ഇതൊന്നും ഒരു സെപ്പറേറ്റ് മോഡില്ലാതെ ഞാൻ എടുത്ത ഫോട്ടോഗ്രാഫുകളാണ്. ഇതൊരു 48 MB മോഡാണ്. ഇവിടെ പോലും അത്യാവശ്യം വെൽ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇപ്പം സാംസങ്ങിൻ്റെ സെൻസേഴ്സ് വന്ന ഒത്തിരി ഫോണുകൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ല ഡീറ്റെയിൽ ഇത് ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നുണ്ട്, ഈവൻ ഒരു ലോ ലൈറ്റ് സിറ്റുവേഷനിൽ പോലും. കാരണം ഞാൻ ഈ ഫോട്ടോസ് എടുക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം വെട്ടം തീരെ കുറവായിരുന്നു. ഇനി സൂം ഷോട്ട്സിൻ്റെ കാര്യത്തിലും അതേ ആ ഒരു ക്ലാരിറ്റി നമുക്ക് കാണാനുണ്ട്. ഇത് 2x സൂം ഫോട്ടോഗ്രാഫാണ്. വളരെ നല്ലൊരു ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. പോക്കോ M2 Pro നല്ലൊരു ജോബ് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കിനി അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. സെൽഫീസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ഈ ഡിവൈസിന് ഒരു 16 മെഗാ പിക്സൽ സെൽഫി ക്യാമാണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് അതിൻ്റെ ധർമ്മം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. 2.5 അപ്പേച്ചർ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇച്ചിരി ഒന്ന് സ്ട്രെസ്ഡ് ആയിരുന്നു. കാരണം ഇത് എത്രമാത്രം ലോ ലൈറ്റിൽ പെർഫോം ചെയ്യുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ലോ ലൈറ്റിൽ നല്ല ഫോട്ടോഗ്രാഫുകൾ ഇത് നൽകുന്നുണ്ട്. കാരണം ഇത് ഞാൻ നല്ല റെയിനി ക്ലൗഡ്സ് ഉള്ള ഒരു ദിവസത്തിൽ അത്യാവശ്യം ഡിം ലൈറ്റിലെടുത്ത സെൽഫീസാണ്. അത് തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി പോർട്രേറ്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. നമ്മൾ ഈ പല ക്യാമറകളുള്ള ഫോണുകൾ എടുക്കുന്നത് തന്നെ പോർട്രേറ്റിന് വേണ്ടിയാണല്ലോ. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കൂടുതൽ ദോഷമൊന്നും പറയാനില്ല. ഇവിടെയും ISP നല്ലൊരു ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. കാരണം എഡ്ജസ് എല്ലാം വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോസ്റ്റ് ഇഷ്യൂസ് ഒന്നും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഇനി സെൽഫീസിൻ്റെ കാര്യത്തിലും ആ പോർട്രേറ്റ് മോഡ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മാക്രോ ഷോട്ടുകൾ എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഇത്രയും നേരം പോസിറ്റീവ് പറഞ്ഞു വന്ന എനിക്ക് ഒരു സഡൻ ബ്രേക്കാണ് ഈ മാക്രോ. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറ. ഇതൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊരു നോർമൽ ക്യാം ഷോട്ടാണ്. നമ്മുടെ 48 MB ഞാൻ എടുത്തൊരു ഫോട്ടോഗ്രാഫാണ്. അത് ഒരു 2x സൂമിലെടുക്കുന്ന ഫോട്ടോഗ്രാഫിൻ്റെ ഒപ്പം പോലും ഇതിൻ്റെ മാക്രോ ഷോട്ട്സ് വരുന്നില്ല. പ്രത്യേകിച്ച് ലോ ലൈറ്റിൽ അത്ര നല്ലൊരു പെർഫോമൻസ് നൽകുന്നില്ല. പക്ഷേ ഓക്കേഷാണ്. കൂടുതൽ ദോഷം ഒന്നുമില്ല. എങ്കിലും അതിനേക്കാളും അല്പം കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇനി വൈഡ് ആംഗിൾ ക്യാമറ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഇതിനൊരു 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയാണ് ലഭിക്കുന്നത്. അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നോർമൽ ക്യാമറ എടുത്തതാണ്. ഇനി ഇതേ ലൊക്കേഷനിൽ അവിടെ തന്നെ നിന്നുകൊണ്ടെടുത്ത ഒരു വൈഡ് ആംഗിൾ ഷോട്ടാണിത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പിക്ചേഴ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവറോൾ വൈഡ് ആംഗിൾ ഞാൻ ശ്രദ്ധിച്ചൊരു വലിയ പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഹൈലൈറ്റ്സ് കുഴപ്പമില്ല, പക്ഷേ ഷാഡോസ് കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഞാൻ കാണുന്നുണ്ട്. ഷാഡോസിൽ നമുക്ക് ഒട്ടും തന്നെ ഡീറ്റെയിൽ ഇതിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയിൽ ലഭിക്കുന്നില്ല. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കളേഴ്സ് നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ ഇതൊന്നും വലിയൊരു സംഭവമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ലഭിക്കുന്നുണ്ട്. മറ്റ് ഡിവൈസുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണ്.
ഇനി നമുക്ക് വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോകാം. ഇത് നന്നായിട്ട് ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്, കാരണം ഒത്തിരി നല്ല വീഡിയോ കേപ്പബിലിറ്റീസ് ഉള്ളൊരു ഡിവൈസാണ് പോക്കോ M2 Pro. ഇത് നമ്മൾ ജനറൽ വീഡിയോസ്, വൈഡ് ആംഗിൾ, സ്ലോമോ, വ്ലോഗിംഗ് ഷോട്ട്സ്, മൂവിംഗ് ഷോട്ട്സ് ഇങ്ങനെ സെഗ്മെൻ്റ് ആയിട്ട് തന്നെ നോക്കും. കാരണം ഇത് കാണുന്ന സാധാരണക്കാർക്ക് വരെ ഇത് മനസ്സിലാകണം. നമുക്കിനി ആദ്യത്തെ സെക്ഷനിലോട്ട് പോകാം. ജനറൽ വീഡിയോഗ്രാഫി എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. അതായത് നമ്മൾ സാധാരണ എടുക്കുന്ന നോർമലായിട്ടുള്ള വീഡിയോസ്, ഇതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് DSLRൽ എടുക്കുന്ന പോലെയുള്ള വീഡിയോസ് എങ്ങനെ ഈ ഡിവൈസിൽ, അതായത് പോക്കോ M2 Proയിൽ എടുക്കാം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദയവ് ചെയ്തത് നിങ്ങൾ കാണുക, കാരണം ജനറൽ വീഡിയോഗ്രാഫിയെക്കുറിച്ച് നന്നായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓവറോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയൊക്കെയാണ്. ജനറൽ വീഡിയോസിൻ്റെ കാര്യത്തിൽ, ജനറൽ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസ് പോക്കോ M2 Pro ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും തെറ്റായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് പറയാനില്ല. അതുപോലെ തന്നെ സൂം ചെയ്യുമ്പോൾ പോലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഇത് പ്രിസർവ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് വൈഡ് ആംഗിൾ വീഡിയോഗ്രാഫിയെക്കുറിച്ച് സംസാരിക്കാം. ഇതിനുള്ള വൈഡ് ആംഗിൾ ക്യാമറകൾ അത്യാവശ്യം നല്ല സിനിമാറ്റിക് ആയിട്ടുള്ള, എസ്റ്റാബ്ലിഷിംഗ് ആയിട്ടുള്ള ഷോട്ടുകൾ നമുക്ക് എടുക്കാൻ കഴിയും. പക്ഷേ ഒത്തിരി സാച്ചുറേഷനും ഒരു ഭയങ്കര ബാലൻസും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല. പക്ഷേ ഈ വിലയ്ക്ക് ഇത് ഓക്കെയാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. സ്ലോ മോഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഈ ഡിവൈസിൽ 960 FPS സ്ലോമോ വരെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. 240 FPSലുള്ള ഒരു സ്ലോമോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അത്യാവശ്യം വൃത്തിയായിട്ട് അത് ചെയ്യേണ്ട പണി ചെയ്യുന്നുണ്ട്. ഇനി 960 FPS സ്ലോമോയിലോട്ട് വന്നു കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ ഒരു ഫീച്ചർ, ആ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ടല്ലോ. ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ഇനി നമുക്ക് അടുത്ത വ്ലോഗിംഗ് ഷോട്ട്സിലോട്ട് പോകാം. ഇതിൻ്റെ ജഡ്ജ് നിങ്ങളാണ്, വേർഡിക്റ്റ് നിങ്ങൾ തന്നെ പറയണം. സോ വീഡിയോ കണ്ടു നോക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വെറൈറ്റി ടൈപ്പ് വ്ളോഗിംഗ് ഷോട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഭയങ്കര മഴയാണ്. പോക്കോ M2 Proയുടെ സെൽഫി ക്യാം വെച്ചെടുക്കുന്ന ഒരു വിഷ്വലാണിത്. ഇപ്പോൾ എനിക്ക് വ്യൂ ഫൈൻഡറിൽ നല്ലൊരു വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഡേ ലൈറ്റിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു വിഷ്വൽ പ്രതീക്ഷിക്കാം. കാരണം ഇതിപ്പോൾ കൊടയുടെ അടിയിൽ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് ക്യാപ്ചർ ചെയ്യുന്നതാണ്. സോ ഇൻ റിയൽ വേൾഡ് ഇതിനേക്കാളും നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഓഡിയോ എങ്ങനെയുണ്ട് അത് നിങ്ങളാണ് പറയേണ്ടത്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ, ഇപ്പം ഞാനത് സിംഗിൾ ഹാൻഡഡ് ആയിട്ടാണ് പിടിക്കുന്നത്. സോ ഇപ്പോൾ വ്യൂ ഫൈൻഡറിൽ കാണുന്നത് വെച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യും, പ്രത്യേകിച്ച് ഇതിൻ്റെ വില നോക്കുമ്പോൾ. ഓവറോൾ ഇറ്റ്സ് ഗുഡ്. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. പിന്നെ ഇത്രയൊക്കെ എഫോർട്ട് എടുത്താണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു. ഇനി ഈ ഡിവൈസിലെടുക്കുന്ന മൂവിംഗ് ഷോട്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. ഈ ഡിവൈസിലുള്ള ഇലക്ട്രോണിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മൾ ഇവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വീഡിയോസ് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങളൊരു യൂട്യൂബറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. പക്ഷേ ലോ ലൈറ്റ്സിൽ ഇത് അത്ര നന്നായിട്ടൊരു ഔട്ട്പുട്ട് നൽകുന്നില്ല. കാരണം ഷാർപ്നെസ് ആണ് ഒബ്ജക്ട്സിൻ്റെ, പ്രത്യേകിച്ച് എഡ്ജസിലുള്ള ഒബ്ജക്ട്സിൻ്റെ ഷാർപ്നെസ് ഇടയ്ക്ക് ഡിമ്മായി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും ചെറുതായിട്ടുള്ള ഒരു ഷേക്ക് അവിടെ നമുക്ക് കാണാനുണ്ട്. പക്ഷേ വലിയൊരു പ്രശ്നമല്ല, പ്രത്യേകിച്ച് എൻ്റെ ബഡ്ജറ്റ് നോക്കുമ്പോൾ. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതുക. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് നൗ.